ഹായ് ഗൈസ്, അപ്പം നമ്മളെ ഒരു ഫുഡിൻ്റെ വ്ളോഗാണ് ചെയ്തിട്ടുണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടൊരു വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മളെ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ കോഴി റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പണിയൊക്കെ നോക്കട്ടെ. നമ്മൾ തന്നെ അങ്ങനെ കുത്താം. ഞാൻ ഇങ്ങനെ കാട്ടിട്ടോ. എന്നിട്ട് നമുക്ക് തട്ടി കഴുകുന്നു. ഇത് കാട്ടാതെ എണ്ണ കേസാതെ നമുക്ക് ഒഴിച്ചു കൊടുക്കുക. എന്തെങ്കിലും ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ അതൊക്കെ ഞാൻ എൻ്റെ കയ്യിൽ ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ എന്താണല്ലോ ഇടുന്നു. ആദ്യം ഇതൊക്കെ ഇതേപോലെ അങ്ങനെ തന്നെ ഇത് പുറത്തുനിന്ന് എടുത്തു. അല്ലെങ്കിൽ എന്തായാലും ആ സാധനം ചെയ്യും. ഒരു ചെറിയ രണ്ട് കുട്ടി പത്ത സമയത്ത് തീരെ കുറച്ച് നോക്കാം. എന്നിട്ട് നമ്മൾ ഇതൊക്കെ നേരത്തെ വെറുതെ കഴിക്കുന്നു. ആദ്യം ഇല്ലാതെ കഴിക്കുന്നത് കയ്യിലെ റമ്പോട്ട് കേട്ടോ. ഇത് കവറിന് ഉണ്ടാക്കുന്നതാണ്. മേടിച്ചിരുന്ന കവർ തന്നെ ഏകദേശം ഇതിലേക്ക് അത് മൂപ്പായിട്ടുണ്ട്. ഞാൻ ഇറക്കി കൊടുക്കുകയും ചെയ്യില്ല. അത് വലിയ ഇതിൽ അരിഞ്ഞു കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത്. ഞാൻ എന്താ ചെയ്യുന്നത്, ഫ്ലെയിം കുറച്ച് ചേർക്കും. എന്നിട്ട് ഇതിലേക്ക് വേണ്ട ബാക്കിയുള്ള തക്കാളി പച്ചമുളകൊക്കെ മുറിക്കാം. ഇതൊന്നും ഞാൻ ഈ സമയത്ത് ഉണ്ടാക്കി മാറ്റുന്ന പച്ചമുളകാട്ടോ. കടയിൽ നിന്ന് വരുന്ന പച്ചമുളക് അതിൻ്റെ പഴുത്തൻ്റെ കുരു ഇതാക്കി കൊടുക്കുക. പക്ഷെ ഉണ്ടായത് വേണ്ട പച്ചമുളക്. എല്ലാവരും ടെസ്റ്റ് നോക്കിയതാ. ഈ സമയത്ത് ഈ 3 നാളെ മത്സരമുണ്ട്. എന്താണ് എന്താ മത്സരം? വെജിറ്റബിൾ ഫില്ലിങ്. വെജിറ്റബിൾ ഫില്ലിങ്. ഓരോ അതിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെഞ്ചി കൊടുക്കുന്നത്. വെജിറ്റബിൾ വെച്ചിട്ട് നമ്മൾ ഇഞ്ചി ചേർത്തിട്ടില്ല. ഇഞ്ചി ചേർത്ത് ഇഞ്ചി ആദ്യം വെളുത്തുള്ളിയുടെ കൂടെ ഉണ്ടാക്കി കൊടുക്കാന്ന് വെച്ചാൽ ഇഞ്ചി എണ്ണയിൽ വരുന്നത് സ്നേഹിക്ക് ഇഷ്ടമില്ല. പക്ഷെ വെളുത്തുള്ളി എണ്ണയിൽ വരുന്ന സ്നേഹിക്കാണ് ഇഷ്ടം. അത് ടേസ്റ്റ് ഉണ്ടാവും കറിയിൽ വരിക. അതുകൊണ്ടാണ് ഞാൻ ഇഞ്ചി ചേർത്തിട്ടുള്ളത്. നമ്മളെ തക്കാളി പോയിട്ട് കൊടുക്കുക. ഞാൻ 2 തക്കാളി എണ്ണയ്ക്ക് ബാഗിലേക്ക് ഇടാൻ മറക്കും. ഇതെല്ലാം പറഞ്ഞിട്ട് മറക്കും. നല്ല ഉപ്പ് കൊടുത്തിട്ടുണ്ട്. ബാക്കി മല്ലി മുളക് അങ്ങനെയുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇടും. ഞാൻ ചിക്കൻ മസാലയിൽ ഞാൻ ഇവിടെ വീട്ടിലിരിക്കും. കുക്കിങ്ങിൽ വേറെ ഉണ്ട്. അപ്പം എന്ത് ചെയ്യുന്നത്, ഓൾക്ക് കുക്ക് ചെയ്യാൻ അതേതാ ഇതേതാന്ന് ചോദിക്കുന്നതിന് പകരം ഞാൻ ചെയ്തത് ഈ മറ്റേ ചിക്കൻ മസാല മാത്രം അത് കിട്ടും. ഇത് കിട്ടും. അപ്പോൾ ഓൾക്കെല്ലാം നോക്കിയിട്ട് ഓൾക്കെല്ലാം എടുക്കാം. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എടുക്കും. ആരും ചെയ്യുന്നുണ്ട്. എനിക്ക് സമയം കിട്ടും. നമ്മൾ ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടി അത്യാവശ്യത്തിലധികം വാടിയിട്ടില്ലാന്ന് കാണിച്ചു കൊടുക്കാം. നന്നായിട്ട് വാടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടി നമ്മളെ പൊടി ചേർത്ത് കൊടുക്കാം. ചിലർക്ക് നല്ല എരിവുള്ള കറിയായിരിക്കും ഇഷ്ടം. എനിക്ക് എരിവില്ലാത്ത കറിക്കാൻ ഇഷ്ടം. ഇവിടെ എരിവില്ലാത്ത കറി കിട്ടുമോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്ത്. പിന്നെ ഞാൻ ഈ നാട്ടിൽ എന്ത് ചെയ്യുന്നത് കാശ്മീരി ചില്ലി നമുക്ക് നല്ലൊരു റെഡ് കളർ കിട്ടും. ആ കളർ ഇട്ട് കഴിഞ്ഞാൽ എത്ര ടേസ്റ്റ് ഉണ്ടെങ്കിലും ആ കറി കണ്ടാൽ കൂട്ടാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ കറിനാണെങ്കിൽ
നമുക്ക് ചിക്കൻ മസാല ഇട്ട് കഴിഞ്ഞാൽ കറി നല്ല ടേസ്റ്റ് ആവാൻ പറ്റും. നമ്മൾ ഇതിൽ അത്യാവശ്യം നല്ല മസാല ഇതെന്ത് കറി എണ്ണയിലും ഇതിൻ്റെ ഇതിൽ കണ്ടിട്ടൊന്നും ഇങ്ങനെ നനവായിട്ടൊന്നും ഇങ്ങനെ മൂത്ത് വരുമല്ലോ. അപ്പോൾ നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അത് രണ്ടും നമ്മൾ ചോദിക്കാം. തോനെ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇത് ഇട്ടുകൊണ്ട് നമുക്ക് ഇളക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എന്താ ചെയ്യാറ്, കുറച്ച് വെള്ളം കലർന്നിട്ടുണ്ട് ചിക്കൻ, അപ്പോൾ നമുക്ക് ഇളക്കാൻ നല്ല ഇതിപ്പോൾ അത്യാവശ്യം മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഞാൻ ചെയ്യുന്ന പറയുന്ന കാര്യങ്ങളൊക്കെ ഈ ചട്ടുകുട്ടുമ്പോൾ കൂടെ ഒഴിച്ച് കൊടുക്കും. അപ്പോൾ ഈ ചട്ടുകുട്ടുമ്പോഴൊക്കെ ഉണ്ടാവും ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫ്ലെയിം കൂട്ടി കൊടുക്കും. ഇത് വരെ ഫ്ലെയിമിൽ ഓരോ എന്താ വെച്ചാൽ ഫ്ലെയിം കൂട്ടി കൊടുത്ത് നമുക്ക് കറിയുടെ ടേസ്റ്റിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കരിയും അല്ലെങ്കിൽ കറക്റ്റ് മൂപ്പാവാതെ നമ്മൾ അടുത്തേക്ക് വെച്ചിട്ട് ഫ്ലെയിം നമ്മുടെ കറി തിളച്ചിട്ടുണ്ട്, വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഉണ്ട്, നമ്മൾ ചിക്കനൊക്കെ ഉള്ള ഉപ്പില്ല. അതുകൊണ്ട് ഉപ്പ് ഇപ്പോൾ കരിപ്പാട്ട് ചേർത്ത് നമ്മൾ കരിപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ടേസ്റ്റ് കൂടും പൊരിക്കിനേക്കാളും. അതുകൊണ്ട് കരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കൊണ്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇറക്കി കൊടുക്കാം. നമ്മൾ കുക്കർ അടച്ചെടുത്തിട്ട് കേട്ടോ. ഇനി ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ, അത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കൊടുത്തിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു വിസിൽ. കാരണം ഇത് നാടൻ കോഴിയല്ല, നമ്മൾ വീട്ടിൽ വളർത്തി പോയില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് നല്ല വേവ് ഉണ്ടാവും. പഞ്ചസാര കുറുമ്പോ വന്നിട്ട് കേട്ടോ പ്ലേറ്റിൽ വെള്ളമാക്കിയിട്ട് വീട്ടിലാക്കി വെച്ചിട്ടാണ്. വേറെ എവിടെ വെച്ചാലും ഉള്ളിൽ അതുകൊണ്ട് എന്ത് ചെയ്യും, വെള്ളം വെച്ച് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നത് അത് വേണ്ട ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തു. നമ്മൾ ഈ കറിയൊക്കെ കൂട്ടുമ്പോൾ കുറച്ചധികം പഞ്ചസാര, അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ടേസ്റ്റ് കിട്ടും. പഞ്ചസാര തോന്നി നല്ലതൊന്നുമല്ല, എന്നാലും ഇടയ്ക്കൊക്കെ കുറച്ച് തോന്ന കൂടി. ഒരു വിസിൽ വന്നിട്ടുണ്ട്, നമ്മളിപ്പോൾ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ലോ ഫ്ലെയിമിൽ ഒരു ചിക്കൻ കറിയിൽ ഇടണമെങ്കിൽ കറിവേപ്പില കേട്ടോ. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും കറിവേപ്പില ഇല്ലെന്ന് ചെയ്യുള്ളൂ. കറിവേപ്പില സ്റ്റോക്ക് ഇല്ല, അതുകൊണ്ടാണ്. പിന്നെ രാത്രിയല്ലേ കറിവേപ്പില പോയി കുടിക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യുക, മല്ലിച്ചപ്പുണ്ട്, അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ തേങ്ങ ഞാൻ കളഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഒന്ന് നോക്കട്ടോ, നമുക്ക് നാടൻ കോഴി ആയതുകൊണ്ട് നാടൻ ചിക്കൻ ആയതുകൊണ്ട് ചിക്കൻ വേറെ ടേസ്റ്റാണ്. ശരിക്കും ചിക്കൻ ടേസ്റ്റ് നമ്മൾ പൊറാട്ടയ്ക്ക് ഈ കറിക്ക് ഞാൻ കഴിക്കില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ കൂട്ടുന്നത് പൊറാട്ടയ്ക്കാണ്. അപ്പോൾ പൊറാട്ടയ്ക്ക് കറി ഇങ്ങനെ ഒഴിച്ച് കറി ആവാതെ നമ്മൾ ഉപ്പിട്ടുന്ന കറിയാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കോൺഫ്ലവർ കഴിച്ചിട്ടുണ്ട്. ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് പിന്നെ ഫ്ലെയിം ഒന്ന് കൂട്ടിച്ച് കൊടുത്താൽ കറി നല്ല കുടിക്കുക കറി. അത് കോൺഫ്ലവറും ചേർത്ത് കൊടുക്കുക. അതേപോലെ നമ്മൾ വീട്ടിൽ കോൺഫ്ലവർ ഇല്ലെങ്കിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. വേറെ പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നതിന് കുറിച്ചിട്ടറിയില്ല. ഈ രണ്ടും ഞാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ചിക്കനും എല്ലും എന്താ പറയുക ഇറച്ചിക്ക് വെറുതെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചാൽ മതി. കറി കാണിച്ചിട്ട് കുടിക്ക ചിക്കൻ കറി ആയിരിക്കും. ഇപ്പോൾ തേങ്ങാച്ച പോലത്തെ കുടിക്ക ചിക്കൻ കറി ചൂടാക്കി കഴിഞ്ഞിട്ട് ഒന്നും കൂടി തിക്കായി വരും. നമുക്കിതിലേക്ക് നമ്മൾ ഓഫാക്കിയിട്ട് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം പിന്നെ മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ കറി കഴിക്കണം കേട്ടോ. നമുക്കിത് വേറെ പാത്രത്തിൽ എടുത്തിട്ട് കൊണ്ടുപോയി വെക്കാം.